Kim's Health Presents, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം. ഇന്ന് 2025 ഡിസംബർ 24 ബുധനാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈൻ്റെ സാമ്പത്തിക സുരക്ഷാ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് കിങ് ഹമ്മദ് കോസ്വേ, ഖത്തർ ബഹ്റൈൻ സൗഹൃദ പാലം എന്നിവയുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ തീരുമാനിച്ചു. സൗദിയുമായി ബന്ധപ്പെട്ട 25 കിലോമീറ്റർ നീളമുള്ള കിങ് ഹമ്മദ് കോസ്വേയിൽ 4 പാതയ്ക്ക് പുറമെ GCC റെയിൽവേ ശൃംഖലയും ഉൾപ്പെടുന്നു. ഇത് നിലവിലെ യാത്രാ തിരക്ക് കുറയ്ക്കാനും വ്യാപാരം സുഗമമാക്കാനും സഹായിക്കും. ഖത്തർ ബഹ്റൈൻ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ യാത്രാസമയം 5 മണിക്കൂറിൽ നിന്ന് 30 മിനിറ്റായി കുറയും. 40 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാലം വഴി പ്രതിദിനം 50,000 ടൺ ചരക്ക് നീക്കം കുറഞ്ഞ ചിലവിൽ സാധ്യമാകും. ടൂറിസം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകൾക്ക് കരുത്തേകുന്ന ഈ പദ്ധതികൾ ബഹ്റൈനെ പ്രധാന ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റും. അന്താരാഷ്ട്ര നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിനൊപ്പം വരും തലമുറകൾക്കായി സുസ്ഥിരമായ ഒരു സാമ്പത്തിക വ്യവസ്ഥ പടുത്തുയർത്താനും ഈ പാലങ്ങൾ അടിത്തറയിടും. ബഹ്റൈൻ നാഷണൽ ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി ഹാപ്പി ഹാൻഡ്സിന്റെ ബാനറിൽ മുരളീധരൻ പള്ളിയത്ത് സംവിധാനം ചെയ്ത നിറം 2025 കലാപരിപാടി ശ്രദ്ധേയമായി. മനാമയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായിരുന്നു. MP മുഹമ്മദ് ഹുസൈൻ അൽജനാഹി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ പങ്കെടുത്ത വേദിയിൽ കലാകാരന്മാരെയും സംഘാടകരെയും ആദരിച്ചു. മലയാളത്തിന്റെ പ്രിയതാരം കുഞ്ചാക്കോ ബോബൻ, ഗായകൻ MG ശ്രീകുമാർ, രമേശ് പിഷാരടി, ജുവൽ മേരി എന്നിവർ നേതൃത്വം നൽകിയ സംഗീത ഹാസ്യ നൃത്യ വിരുന്നുകൾ കാണികൾക്ക് വേറിട്ട അനുഭവം നൽകി. ഗായികമാരായ ശിഖ, റഹ്മാൻ, മീര മനോജ് എന്നിവരും പരിപാടിയുടെ ഭാഗമായി. ജനപങ്കാളിത്തം കൊണ്ടും മികച്ച സംഘാടനം കൊണ്ടും ശ്രദ്ധേയമായ പരിപാടിയെ കുഞ്ചാക്കോ ബോബൻ പ്രത്യേകം അഭിനന്ദിച്ചു. സംഗീതവും കലയും കോർത്തിണക്കിയ ഈ സായാഹ്നം ബഹ്റൈനിലെ മലയാളി സമൂഹത്തിന് മികച്ചൊരു സാംസ്കാരിക വിരുന്നായി മാറി. ബഹ്റൈൻ്റെ 54ാമത് ദേശീയ ദിനാഘോഷവും KMCC സ്റ്റേറ്റ് ലേഡീസ് വിങ്ങിൻ്റെ പുതിയ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും ഈസ്റ്റ് റിഫ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ചു. CH ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് KMCC സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് N അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു. ജസ്ന സുഹൈൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മഹർജാൻ 2K25 കലോത്സവ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൂടുതൽ മെമ്പർഷിപ്പ് ചേർത്ത നസീറ മുഹമ്മദിനെയും ടീം മാനേജർമാരായ റിഷാന ഷക്കീർ, നസീറ മുഹമ്മദ് എന്നിവരെയും ആദരിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച അറബിക് ഡാൻസ്, ഒപ്പന, മാപ്പിളപ്പാട്ട് തുടങ്ങിയ കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. KMCC സ്റ്റേറ്റ് ലേഡീസ് വിംഗ് ഭാരവാഹികളായ മാഹിറ ഷമീർ, അഫ്ര തസ്നീം, നസീമ ഷുഹൈബ് എന്നിവർ ആശംസകൾ നേർന്നു. റിഷാന ഷക്കീർ സ്വാഗതവും നസീറ നന്ദിയും പറഞ്ഞു. ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ക്രിസ്മസ് പുതുവത്സര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകാൻ ഡോക്ടർ ഗീവർഗീസ് മാർ തെയോഫിലോസ് തിരുമേനി ബഹ്റൈനിലെത്തി. അഹമ്മദാബാദ് ഭദ്രാസനാധിപനായ അദ്ദേഹത്തെ കത്തീഡ്രൽ ഭാരവാഹികളും ഇടവകാംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കുന്ന ക്രിസ്മസ് ശുശ്രൂഷകൾക്കും വിശുദ്ധ കുർബാനയ്ക്കും അദ്ദേഹം മുഖ്യ കാർമ്മികത്വം വഹിക്കും. കൂടാതെ ഡിസംബർ 26 സമാജത്തിൽ വെച്ച് നടക്കുന്ന കത്തീഡ്രൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കും ഇടവക ദിന പരിപാടികൾക്കും അദ്ദേഹം നേതൃത്വം നൽകും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ലീഡർ K കരുണാകരന്റെ 15ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ലീഡർ K കരുണാകരൻ സ്റ്റഡി സെന്റർ ബഹ്റൈൻ യൂണിറ്റ് വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടികളുടെ ഭാഗമായി തൊഴിലാളികൾക്ക് പ്രാതൽ ഭക്ഷണവും വസ്ത്രങ്ങളും വിതരണം ചെയ്തുകൊണ്ട് മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി. സൽമാനിയ KCT ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഗൾഫ് കോർഡിനേറ്റർ ബഷീർ അമ്പലായി ഉദ്ഘാടനം ചെയ്യുകയും മുതിർന്ന കോൺഗ്രസ് നേതാവ് അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. പുഷ്പാർച്ചനയും കൂട്ടപ്രാർത്ഥനയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ബഹ്റൈൻ ഘടകം നൽകിവരുന്ന ഈ വർഷത്തെ മുത്ത അലീം സ്കോളർഷിപ്പ് വിതരണം വിജയകരമായി പൂർത്തിയായി. കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 150 വിദ്യാർത്ഥികൾക്കാണ് ഇത്തവണ സ്കോളർഷിപ്പ് നൽകിയത്. ICF വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കി വരുന്ന ബഹുമുഖ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പുതുവർഷത്തോടനുബന്ധിച്ച് ICF പുറത്തിറക്കുന്ന ബഹുവർണ്ണ കലണ്ടറുകളുടെ വിതരണത്തിലൂടെ സമാഹരിക്കുന്ന തുകയാണ് സ്കോളർഷിപ്പിനായി വിനിയോഗിക്കുന്നത്. കേരളത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വെച്ച് നടന്ന വിതരണ ചടങ്ങുകൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ, കൊമ്പം KP മുഹമ്മദ് മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ICF ഈ സ്കീം തുടരുന്നത്.
ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പെർഫോമിംഗ് ആർട്സും ഗീതാഞ്ജലി മ്യൂസിക് ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിച്ച ദേവ്ജി വോയിസ് ഓഫ് ബഹ്റൈൻ സീസൺ 1 വൻ വിജയമായി. വിവിധ ഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ സിയാദ് എൽ മൗസ സീനിയർ, ചാർവി സുർജിത്ത് ജൂനിയർ, വിവാൻ കോശി സബ് ജൂനിയർ എന്നിവർ ടൈറ്റിൽ വിജയികളായി. അമീറ ഫൗസി, അർജുൻ രാജ്, ആമില ഷാനവാസ് തുടങ്ങിയവർ റണ്ണേഴ്സ് അപ്പ് സ്ഥാനങ്ങൾ നേടി. അഭിഷേക് ദേവ്ജി മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ ട്രോഫികളും ആകർഷകമായ സമ്മാനങ്ങളും വിതരണം ചെയ്തു. ടൈറ്റിൽ വിജയികൾക്ക് റേഡിയോ സുനോയിൽ പാടാനുള്ള അവസരവും IIPA-യിൽ 6 മാസത്തെ സൗജന്യ പഠനവും ലഭിക്കും. ദിസ് ഈസ് ബഹ്റൈൻ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഇസ ടൗൺ നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തിൽ മാനവികതയുടെ സന്ദേശമുയർത്തി ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് കോർണർ ശ്രദ്ധേയമായി. സാമൂഹിക വികസന മന്ത്രി ഒസാമ ബിൻ സാലിഹ് അൽ അലവി ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് ബൂത്ത് സന്ദർശിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ലക്ഷ്യങ്ങളെയും പ്രത്യേകം പ്രശംസിക്കുകയും ചെയ്തു. കാരുണ്യ പ്രവർത്തനങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഇത്തരം ഉദ്യമങ്ങൾ സമൂഹത്തിന് വലിയ മാതൃകയാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ഫെസ്റ്റിവൽ ചീഫ് കോർഡിനേറ്റർ ബെറ്റ്സി മാത്യസൺ, ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് സ്ഥാപകൻ സയ്യിദ് ഹനീഫ്, മീഡിയ കോർഡിനേറ്റർ മുഹമ്മദ് യൂസഫ് എന്നിവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. പി ഭാസ്കരൻ മാസ്റ്ററുടെ ജന്മശതാബ്ദി പ്രമാണിച്ച് ഓർക്കുക വല്ലപ്പോഴും എന്ന സംഗീത പരിപാടി ജനുവരി 2-ന് ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കും. ഭൂമികയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പ്രശസ്ത ഗായകൻ VT മുരളി മുഖ്യാതിഥിയാകും. ഭാസ്കരൻ മാസ്റ്ററുടെ വിശ്വപ്രസിദ്ധമായ ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള ഈ സംഗീത നിശയിൽ ബഹ്റൈനിലെ പ്രമുഖ കലാകാരന്മാരും പങ്കെടുക്കും. ഡയമണ്ട് ജൂബിലി ഹാളിൽ വൈകിട്ട് 7-നാണ് പരിപാടി ആരംഭിക്കുക. മലയാളത്തിൻ്റെ പ്രിയ കവിയും ഗാനരചയിതാവുമായ ഭാസ്കരൻ മാസ്റ്ററുടെ സ്മരണ പുതുക്കുന്ന ഈ വൈകുന്നേരത്തേക്ക് എല്ലാ സംഗീത പ്രേമികളെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. സൂര്യ കൾച്ചറൽ അസോസിയേഷൻ മുൻ സെക്രട്ടറിയും ബഹ്റൈൻ ഇലക്ട്രിസിറ്റി മന്ത്രാലയത്തിലെ സീനിയർ പ്ലാനിംഗ് എഞ്ചിനീയറുമായ ചന്ദ്രമോഹനനും കുടുംബത്തിനും സൂര്യ ഭാരവാഹികൾ ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. ദീർഘകാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങുന്ന അദ്ദേഹത്തിന് സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. ബഹ്റൈൻ കേരളീയ സമാജത്തിൻ്റെ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ലൈബ്രറിയൻ എന്നീ നിലകളിൽ സ്തുത്യർഹമായ സേവനങ്ങൾ അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആർ പവിത്രൻ ചന്ദ്രമോഹന് ഉപഹാരം കൈമാറി. In the heart of Bahrain, where every story matters, one source keeps you informed, inspired and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.